സ്വാഗതം. ഞാൻ ഇന്നിവിടെ KFC സ്റ്റൈൽ ചിക്കൻ സ്ട്രിപ്സാണ് തയ്യാറാക്കുന്നത്. അതിനു വേണ്ട സാധനങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. 200 ഗ്രാം ബോൺലെസ് ചിക്കൻ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. പെരുംജീരകം ഒന്ന് ചതച്ചെടുത്തത് 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ 1 കപ്പ് റസ്ക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 5 റസ്ക് പൊടിച്ചാൽ ഈ 1 കപ്പ് റസ്ക് പൊടി കിട്ടും. ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാം. ഞാനിവിടെ സാധാരണ വെള്ളമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മാവ് തയ്യാറായിട്ടുണ്ട്. മാവിന് ഒത്തിരി കട്ടി കൂടാൻ പാടില്ല, ഒത്തിരി അയയാനും പാടില്ല. ഞാനിവിടെ ചിക്കൻ എടുത്തിരിക്കുന്നത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ്. ഏകദേശം ഒരു 1/2 ഇഞ്ച് വീതിയും ഒരു 2 ഇഞ്ച് നീളവും ഉണ്ട്. ഈ അളവിലാണ് എല്ലാ പീസസും എടുത്ത് വെച്ചിരിക്കുന്നത്. ചിക്കൻ അധികം കട്ടിയില്ലാതിരിക്കുന്നതാണ് നല്ലത്. ഓരോ പീസ് എടുത്ത് മാവിൽ മുക്കി റൊട്ടിപ്പൊടിയിലൊന്ന് ഉരുട്ടി വയ്ക്കാം. ഇങ്ങനെ എല്ലാ പീസസും തയ്യാറാക്കി വയ്ക്കുക. ഇതുണ്ടാക്കാൻ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇങ്ങനെ തയ്യാറാക്കി ഫ്രീസറിൽ സൂക്ഷിക്കാവുന്നതാണ്. ആവശ്യാനുസരണം എടുത്ത് വറുത്ത് ഉപയോഗിക്കാം. വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്. ഇനി ചിക്കൻ സ്ട്രിപ്സ് കഴിക്കണമെന്ന് തോന്നുമ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ്. ഇത് അധികം സ്പൈസി അല്ലാത്തത് കൊണ്ട് കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടും. എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ പീസസും ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കാം. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് വറുക്കുന്നതിനാവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ റൈസ് ബ്രാൻ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇതിന് വെളിച്ചെണ്ണ ഒഴിച്ച് വേറെ ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. KFC സ്റ്റൈൽ ചിക്കൻ ആയതുകൊണ്ട് ഇതിന് വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് ചേരില്ല. എണ്ണ നന്നായി തിളച്ചിട്ടുണ്ട്. ഇനിയും നമുക്ക് തീ ലോ ഫ്ലെയിമിലാക്കിയിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഓരോന്നോരോന്നായി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. കഷ്ണങ്ങളെല്ലാം ഇട്ടതിന് ശേഷം തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഇത് ഷെയർ ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ബട്ടനോടൊപ്പമുള്ള ബെല്ലൈക്കണിലൊന്ന് ടാപ്പ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ ഇനിയിടുന്ന റെസിപ്പീസൊക്കെ നിങ്ങളുടെ മുൻപിൽ എത്തുകയുള്ളൂ.
ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. നമ്മുടെ KFC സ്റ്റൈൽ ചിക്കൻ സ്ട്രിപ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പിയാണ്, അകം നല്ല സോഫ്റ്റാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. സ്കൂൾ വിട്ട് വരുമ്പം കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സാണിത്. ഇനി നമുക്ക് ബാക്കി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ പീസസും എണ്ണയിൽ വറുത്തെടുക്കാം. ഇതിനധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ചിക്കൻ സ്ട്രിപ്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പാത്രത്തിലേക്ക് മാറ്റാം. തയ്യാറാക്കി വെച്ചിരുന്ന മുഴുവൻ സ്ട്രിപ്സും ഉണ്ടാക്കി